എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്ട്രോമാന്തേ ട്രിയോസ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു കലാത്തിയ പ്ലാന്റിനെ കുറിച്ചാണ്. സ്ട്രോമാന്തസ് റെഡ് എന്നും ബെഡ്റൂം പ്ലാന്റ് എന്നൊക്കെ ഈ ഒരു പ്ലാന്റിനെ പറയാറുണ്ട്. നമ്മൾ പലതരത്തിലുള്ള കലാത്തിയകൾ കണ്ടിട്ടുണ്ടാവും. നഴ്സറികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കലാത്തിയയ്ക്ക് നല്ല വിലയുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോമാന്തസ് റെഡിന് കുറച്ച് റേറ്റ് കുറവാണ്. ഈ ഒരു പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. സ്ട്രോമാന്തസ് റെഡിന്റെ എല്ലാ ലീഫിലും ഒരേ പാറ്റേണിലായിരിക്കില്ല ആ ഒരു കളേഴ്സ് ഉണ്ടാവുന്നത്. അതിന്റെ ലൈൻസിലും എല്ലാം വ്യത്യാസം ഉണ്ടാവും. കലാത്തിയ ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് വെക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ചെടിയുടെ ഇലകളിൽ വെയിൽ ഒരിക്കലും തട്ടാൻ പാടില്ല. വെയിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലീഫ് നോക്കിയാൽ അറിയാം. ലീഫിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം തൊട്ട് ഇങ്ങനെ കരിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. വെയിലടിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ചൂട് കൂടുതലുള്ള സമയത്തും ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. ഇത് നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വെക്കുന്നത് കിച്ചണിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി ചൂട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ശ്രദ്ധിക്കുക. നല്ല ചൂട് കൂടുതലുള്ള സമയത്താണെങ്കിൽ ഇലകളിലും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ചെടിയുടെ ഇലകളിൽ ബ്രൗൺ ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വെള്ളം കുറഞ്ഞിട്ടാണ്. ആ സമയത്ത് ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഇലകളും നനയ്ക്കുക, ചുവടുഭാഗവും നനയ്ക്കുക. പിന്നെ നമ്മൾ ഈ ചെടി നടുന്ന പോട്ടി മിക്സ്ചറിൽ വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കാൻ പാടില്ല. പക്ഷേ അത്യാവശ്യം ഈർപ്പം നിലനിൽക്കുന്ന ഒരു മീഡിയവും ആയിരിക്കണം. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് നോക്കിയിട്ട് മാത്രം നന കൊടുക്കുക. നല്ല ചൂട് കൂടുതലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചുവടുഭാഗവും ഇലയൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കാം. അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ആ ഒരു നനവ് കുറയുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക. ഇതിൻ്റെ ഇലകളിൽ ഇടയ്ക്ക് മഞ്ഞ കളർ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൂടുതലായിരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും നനയ്ക്കാതിരിക്കുക. പോട്ടി മിക്സ്ചറിലുള്ള നനവ് നന്നായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നനയ്ക്കുക. നനവ് കൂടുന്നതുകൊണ്ട് മാത്രമല്ല ഇലകളിൽ വേറെ ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തിൻ്റെ അളവ് കൂടിയാലും കറക്റ്റ് ഒരു ടൈം വെച്ചിട്ട് അത് ഇട്ടില്ലെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ മഞ്ഞ കളർ വരാറുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ജൈവവളം ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. രാസവളങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടത്. അതാണ് അളവിൽ കൂടുമ്പം ചെടിക്ക് പ്രശ്നം വരുന്നത്. 1.5 മാസത്തിൽ ഒരിക്കലോ 2 മാസത്തിൽ ഒരിക്കലോ നമ്മൾ ജൈവവളം എന്തെങ്കിലും ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ 1.5 സ്പൂണോ 1 സ്പൂണോ ഒക്കെ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, ചോട് ചേർക്കാതെ ഇടുക. അതുപോലെ തന്നെ പോട്ടി മിക്സ്ചർ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള വളങ്ങളും ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത്. ചെടിയുടെ ചോടുഭാഗം അത്യാവശ്യം നന്നായിട്ട് നനയ്ക്കുക. അതിനുശേഷം പോട്ടിൻ്റെ സൈഡൊന്ന് ഇളക്കി കൊടുത്ത് അവിടെ വളം ഇട്ട് കൊടുക്കുക. ചോടുഭാഗം ചേർത്തിട്ട് ഒരിക്കലും